ഒരുത്തൻ വന്നോ? ഏതായാലും ഇതാണ് മോറട്ടെ അല്ലേ? അപ്പം മനസ്സാവാതിൽ കുറ്റിട്ടിട്ടുണ്ടായില്ല. നിങ്ങൾക്ക് ഇത് തുറന്നാൽ മതിയേനു. ഞാൻ ആ പാത്രം മുറിനോടത്തുനിന്ന് വന്നിട്ട് വേണ്ടേ? പൂമുഖവാതിക്കൽ സ്നേഹം വിടർത്തി വാതിൽ തുറന്ന് തരുന്നവളായിരിക്കണം എൻ്റെ സ്വപ്നത്തിലെ ഭാര്യ എന്ന് ഞാൻ പലവട്ടം എന്നോട് പറഞ്ഞിട്ടില്ലേ? അതൊക്കെ സ്വപ്നത്തിലെ ഭാര്യ കാക്കോ, ഇത് ജീവിതത്തിലെ ഭാര്യയാണ്. താത്താൻ്റെ കുട്ടി അത്രയ്ക്ക് അങ്ങോട്ട് മോഹിക്കല്ലേ കേട്ടോ. ഇജിങ്ങനെ കടകട അറിയാതെ പോയി ഞാനൊരു കാപ്പി ഉണ്ടാക്കിയ കാക്കൂനെ. ഇപ്പം ഉണ്ടാക്കി തരാം കേട്ടോ. ഒരു ക്യാപ്പിച്ചൂനോ ആയിക്കോട്ടെ കേട്ടോ. ആ ക്യാപ്പുച്ചീനോ അല്ലേ? നിങ്ങൾക്ക് ഇപ്പം തരാം കുപ്പിച്ചീനോ. മൂപ്പർക്കില്ലേ ക്യാപ്പുച്ചീനോ റെഡി. ദാ ക്യാപ്പുച്ചീനോ, നിങ്ങളെ കുപ്പിച്ചീനോ. എന്താ എന്താ തുപ്പിയത്? എന്താ ഒരു കുഴപ്പമില്ലല്ലോ. ഇജാതി മായി ഭാസ്കരൻ മാഷ പാട്ടും കേട്ട് നല്ല അടിപൊളി കോഫിയും കുടിച്ച് നിൽക്കുന്ന സമയത്ത് എൻ്റെ ഒരു പാട്ട കോഫിയും കൊണ്ട് വന്നിക്കണേ. എനിക്ക് ഏതായാലും ഇത് നല്ല രസമുണ്ട്. നിങ്ങൾക്ക് അല്ലേ രസമില്ലാത്തുള്ളൂ. ഞാൻ മഴയൊക്കെ ആസ്വദിച്ചു കണ്ടി ഞാൻ കുടിച്ചോളാം കേട്ടോ. നിങ്ങൾ കുടിച്ചണ്ട. കാപ്പിച്ചിനെ കുടിച്ചിക്കണം. ഇപ്പോൾ പിന്നെ കാപ്പിച്ചിനെ കുടിച്ച് വന്നിട്ടുള്ളൂ ഞാൻ. ആ നിങ്ങൾ പിന്നെ റസിയാൻ്റെ അടുക്ക് പോയില്ലേ? ഞാൻ പറഞ്ഞിരിക്കണ ഓളോടക്ക് പോകരുതേ. ഓളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഒരു കാണാൻ പുതിയാലാണ്, ഒരു കാര്യമില്ലാതെ. നല്ല ക്യാപ്പിച്ചൂണോ ഉണ്ടാക്കി തരുന്നില്ല. അപ്പോൾ പിന്നെ ഇപ്പോൾ നമ്മൾ കിട്ടുന്നിടത്തേക്ക് പോവുക. അതിന് റസിയാൻ്റെ മാപ്പിളോൾക്ക് നല്ലൊരു അടിപൊളി അഗാറോൻ്റെ കോഫി മേക്കറാണ് വാങ്ങിക്കൊടുത്തിങ്ങനെ. നിങ്ങൾ എന്താ വാങ്ങി തന്നിക്കണേ? ഒരു പാക്കറ്റ് പാലും ഒരു ചട്ടിയും. അതിമല്ലേ ഉണ്ടാക്കണേ. അപ്പോൾ അതിനനുസരിച്ച് തന്നെ നന്നാവുള്ളൂ. അതെന്തൊരു കുന്താണ് ക്യാപ്പിച്ചിനോ. അതുമ്മയാണ് മനസ്സാ റസിയ കോഫി ഉണ്ടാക്കണത്. ക്യാപ്പിച്ചിനോ, എസ്പ്രസോ, ലാറ്റെ, കോൾ ലാറ്റെ എന്ത് വേണമെങ്കിലും അയിമ ഉണ്ടാക്കാലോ. ഓൾ അയിമെന്ന് ഉണ്ടാക്കിയാണ്ട് നിങ്ങൾ മുന്നിക്ക് പഞ്ചാര ചെറിയ കൊണ്ട് കൊണ്ടുവരുന്ന മാതിരിയല്ലേ ഇത്. ഞാൻ ഈ എന്താണ് ഓരോ ഉണക്കപ്പാലും കൊണ്ടുവരും ചട്ടിയും കൊണ്ടുവരും. എന്നിട്ട് അയിമ നിങ്ങൾക്ക് കാപ്പി ഉണ്ടാക്കി തരണമെന്നാണ് നടക്കണ കാര്യം. ഇപ്പം എന്താ കുന്ത്രാണ്ട് കിട്ടിയാണ്ട് കേസ് തീരുമോ? ഒരു നല്ല ക്യാപ്പിച്ചിനോ വെച്ച് കുടിച്ചാൽ കൂടെ വാങ്ങിയാൽ അത് വാങ്ങിയാൽ നല്ല അടിപൊളിയായിട്ട് നിങ്ങൾക്ക് ക്യാപ്പിച്ചിനോ ഞാൻ ഉണ്ടാക്കി തരാം. അത് 15 ബാർ പ്രഷറുള്ള ഇനമാണ്. ഏതെങ്കിലും ഒന്നും പറ്റൂല. അതിൻ്റെ ഒപ്പം തന്നെ അഗാരോൻ്റെ കോഫി ഗ്രൈൻഡർ ഉണ്ട്, അതും വാങ്ങണം. എന്നാലുള്ള നല്ല അടിപൊളിയായിട്ട് കിട്ടുള്ളൂ. ഏതെങ്കിലും കാപ്പിപ്പൊടി ഏതെങ്കിലും ഇൻസ്റ്റന്റ് കോഫി പൗഡർ ഒറ്റൊന്നും നിങ്ങൾ വിചാരിച്ച പോലത്തെ ക്യാപ്പിച്ചിനോ ഒന്നും കിട്ടൂല. അത് അതിൻ്റെതായിട്ടുള്ള രീതിയിൽ തന്നെ വേണം. ഇച്ച് വേണ്ടത് അഗാരോൻ്റെ കോഫി ഗ്രൈൻഡറും അഗാരോൻ്റെ കോഫി മേക്കിംഗ് മെഷീനും ആണ്. അത് 15 ബാർ പ്രഷർ ഉള്ളത്. എൻ്റെ ഈ ജാതി പ്രഷറിനെ വെച്ച് താങ്ങാൻ പറ്റുക, സഹിച്ചാൻ പറ്റുക. എന്നിട്ട് അതിൻ്റെ ഇടയിൽ ഇപ്പം 15 ബാർ പ്രഷറും കൂടി. എൻ്റെ മാറാപ്പ് നീ എവിടെ ഈ സാധനം കിട്ടുക? അത് ഓൺലൈനിൽ നിന്ന് വാങ്ങി. ഓൺലൈനിൽ ആമസോണിന്നൊക്കെ വാങ്ങി. ആമസോണിനാണ് നിങ്ങളെ റസിയ, നിങ്ങളല്ല മറ്റോൻ്റെ റസിയ വാങ്ങിക്കണതേ. ഒരു കാര്യം ചെയ്യാൻ കാറിൽ കുറച്ച് സാധനം ഉണ്ട്, അതൊക്കെ ഉള്ളിൽ എടുത്തിട്ട് നമുക്ക് പോകാം. ഓൺലൈനിൽ ആയിക്കോട്ടെ. അതിനിപ്പോ ഈ മയത്ത് എന്തൊക്കെ കുന്ത്രാണങ്ങൾ അതിൽ കയറ്റി വെച്ചിക്കണെന്നാവും. എല്ലാം മാറാപ്പും വലിച്ചു കൊണ്ടുവരും. ഇതിപ്പോ എന്തോന്ന് കുന്താന്നാവോ, ഓരോന്നും ഇങ്ങോട്ട് വലിച്ചു കൊണ്ടുവരും. ഇതെന്താ കാക്കുവോ? ആ ഫോട്ടോ നോക്കാം, നമുക്കെല്ലാം കുന്ത അറിയണല്ലേ. കോഫി മേക്കറോ ഇമ്പീരിയൽ. വാ അടിപൊളി. താങ്ക് യു. എന്നാ നീ കണകുണ അറിയാതെ നല്ല ക്യാപ്പിച്ചിനോ ഉണ്ടാക്കി തന്ന അടിപൊളി സെറ്റ്. ഇങ്ങോട്ട് വാവ്. വന്നു. നല്ല അനുസരണയുള്ള ഭാര്യയാണ്. ഞാൻ കാണിച്ചു തരാം അതെങ്ങനെ ഉണ്ടാക്കുക ഏതാന്നൊക്കെ. ഇത് എനിക്കറിയാം, നേരെ ഉണ്ടാക്കാൻ അറിയാം. അനക്ക് ശരിക്കും പോലെ അറിയില്ല. അങ്ങോട്ട് പോര്, കടകട അറിയാതെ ഇങ്ങോട്ട് പോയി. ഞാൻ പറഞ്ഞുതരാം. ശരി എന്നാ. നിങ്ങളൊരു ക്യാപ്പിച്ചിനോ പുതിയ അങ്ങോട്ട് തീർന്നു കിട്ടുമല്ലോ. മോന്റെ 14 ഉച്ചമായിരിക്കണം. ശരി. ഇനിയുണ്ടോ സാധനങ്ങള്? ഇതിന്റെ മിക്സറാണത്. ഇത് മിക്സർ വാങ്ങിങ്ങള്? മിക്സർ സെപ്പറേറ്റ് വാങ്ങണം. ഇപ്പൊ എന്റെ കണകുണ കേൾക്കാൻ നിൽക്കണ്ടല്ലോ. കണ്ടോ, ഇതിമ നെക്കിയാ ഓണാവും. ഇതിമ കോഫി അടിക്കാം. ഇതിമ എന്താണ് സാധനം? അതാ ഞാൻ പറഞ്ഞത്, ഇത് ഓണാവും. ഇതാണ് ഇതിന്റെ തെർമോമീറ്റർ. ഈ പാല് സ്റ്റീം ചെയ്യണതാണ്. അപ്പൊ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് നമ്മുടെ കോഫി മേക്കിംഗ് മെഷീനിന്റെ ഒരു റിവ്യൂ ആയിട്ടാണ് കേട്ടോ. അപ്പൊ ഇതൊരു അടിപൊളി പ്രോഡക്റ്റ് ആണ്. നമുക്ക് വീട്ടിൽ തന്നെ എസ്പ്രസോ അതുപോലെ തന്നെ ക്യാപ്പിച്ചിനോ ഒക്കെ ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് അടിപൊളിയായിട്ട് ഇതുമ്പോൾ ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. നല്ലൊരു എന്താ പറയാ സൂപ്പർ പ്രോഡക്റ്റ് ആണ്. ഇതിന്റെ റേറ്റ്, എങ്ങനെയാണ് ഇത് ഉപയോഗിക്കുക, എന്തൊക്കെയാണ് ഇതിന്റെ മെത്തേഡ് എന്നുള്ളതൊക്കെ ഞാൻ വീഡിയോയിൽ കറക്റ്റായിട്ട് പറഞ്ഞുതരാം.
ഹലോ, അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് അഗാരോൻ്റെ കോഫി മേക്കർ റിവ്യൂ ആയിട്ടാണ് കേട്ടോ. ഇതിൻ്റെ മോഡൽ ഇമ്പീരിയലാണ് വരുന്നത്. നല്ല ഭംഗിയുള്ള ക്യൂട്ടായിട്ടുള്ളൊരു മെഷീനാണ് കേട്ടോ. നിങ്ങൾക്ക് വീഡിയോയിൽ കണ്ടാൽ കുറച്ച് വലുപ്പം തോന്നിയെങ്കിൽ ഇത് ചെറുതാണ്. ഒരു സ്റ്റെയിൻലെസ് സ്റ്റീൽ ബോഡിയാണ് ഈ ഒരു ഭാഗത്തായിട്ട് വരുന്നത് കേട്ടോ. ഇവിടെയാണ് തെർമോമീറ്റർ ഉള്ളത്, അതായത് നമ്മുടെ ടെമ്പറേച്ചറും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് കാണിക്കുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ് കേട്ടോ. റെഡി ആയിട്ടുണ്ടോ, സ്റ്റീമിനുള്ളത് റെഡി ആയിട്ടുണ്ടോ എന്നുള്ളതൊക്കെ. പിന്നെ ഇതാണ് സ്വിച്ച്, ഓൺ ഓർ ഓഫ് സ്വിച്ച് ഇതാണ് വരുന്നത്. പിന്നെ ഈ ഒരു ഭാഗത്തത് മുകളിലത്തത് പമ്പ് കൺട്രോൾ സ്വിച്ച് ആണ്. കോഫി ബ്രൂയിങ് ബട്ടൺ എന്നും പറയും കേട്ടോ. അടിയത്തത് കോഫി അല്ലെങ്കിൽ സ്റ്റീം സെലക്ടർ അല്ലെങ്കിൽ ഫോമിംഗ് ബട്ടൺ എന്നൊക്കെ പറയും. ടോട്ടലി നല്ല ഭംഗിയുള്ള ഒരു മെത്തഡാണ് ഇതിൽ വരുന്നത്. പിന്നെ ഇതിൻ്റെ മുകളിൽ ഭാഗത്ത് നല്ലൊരു ഇത് വരുന്നുണ്ട്, ആ ഒരു ഭാഗത്തോട്ട് ഞാൻ വരാം കേട്ടോ. പിന്നെ ഇവിടെ താഴെ ഒരു സിസ്റ്റം വരുന്നുണ്ട്. ഈ ഒരു ഭാഗത്താണ് നമ്മൾ കോഫി പൗഡർ വെക്കുക കേട്ടോ. പിന്നെ താഴത്തായിട്ടാണ് ഇതിൻ്റെ ഡിപ്പ് ട്രേ വരുന്നത്. ഇത് കണ്ടോ, ഈ ഒരു സ്റ്റീലിൻ്റെ ഇത് റിമൂവബിൾ ഷെൽഫാണ് കേട്ടോ. ഇത് നമുക്ക് ഊരി മാറ്റിയിട്ട് ക്ലീൻ ചെയ്യാനൊക്കെ പറ്റും. പിന്നെ ഇതിൽ റെഡ് കളർ കാണുന്നുണ്ടോ, അതാണ് നമ്മുടെ വാട്ടർ ഫ്ലോട്ട് കേട്ടോ. പിന്നെ ഈ ഒരു ഏരിയയിൽ പ്രത്യേകിച്ചൊന്നുമില്ല, ഇതിങ്ങനെ വെക്കാനുള്ളൊരു സംവിധാനമായിട്ടാണ് വരുന്നത്. നമ്മൾ ഈ ഒരു ഇതിൽ വെള്ളം നിറഞ്ഞാൽ ഈ ഒരു ഫ്ലോട്ട് ഉണ്ടല്ലോ, വാട്ടർ ഫ്ലോട്ട്, അതിങ്ങനെ മുകളിലോട്ട് ഉയർന്ന് വരും കേട്ടോ. അപ്പോൾ നമ്മൾ അത് എടുത്തിട്ട് വാഷ് ചെയ്ത് റെഡിയാക്കിയിട്ട് അവിടെ തന്നെ വെച്ച് കൊടുക്കണം. ഇതിൻ്റെ കൂടെയുള്ള മെയിൻ ആക്സറീസിൽ ഒന്നാണ് കേട്ടോ ഇത്, മെറ്റൽ ഫണലാണ് ഇത്. ഇതിലാണ് നമ്മൾ കോഫി പൗഡർ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. ഇത് നമുക്ക് ചൂടാകുമ്പോൾ ഒന്ന് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒരു തടസ്സത്തിന് വേണ്ടിയിട്ട് വെച്ചതാണ്. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ ഒരു മെഷ് കപ്പ് ഉണ്ട് കേട്ടോ. ഈ ഒരു മെഷ് കപ്പ് നമുക്ക് റിമൂവ് ചെയ്തിട്ട് നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ട് അതുപോലെ തന്നെ അവിടെ വെക്കാൻ പറ്റും. പിന്നെ അതിൻ്റെ കൂടെ തന്നെ നല്ലൊരു അടിപൊളി സ്പൂണും കൂടെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ, നല്ലൊരു ടേബിൾ സ്പൂണ്. അതിൻ്റെ അടിയിൽ ഒരു ഫ്ലാറ്റനായിട്ടുള്ളൊരു സംഭവം ഉണ്ട് കേട്ടോ. അപ്പോൾ അത് നമുക്ക് എന്താ വെച്ചെങ്കിൽ നമ്മൾ ഇതിൽ കോഫി പൗഡർ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്, ഒന്ന് ഒതുങ്ങി നിൽക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഈ ഒരു മെറ്റൽ ഫണൽ എവിടെ വെക്കുക എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടാവും കേട്ടോ. അപ്പോൾ അതിന് നമ്മുടെ ഈ കോഫി മേക്കറിൻ്റെ ഇവിടെ രണ്ട് അടയാളം ഇട്ടിട്ടുണ്ടാവും, നമ്മൾ ഏത് ഭാഗത്തുനിന്ന് വെക്കണം എന്നുള്ളത്. പിന്നെ ഞാൻ ഈ ഒരു കോഫി മേക്കർ അത്യാവശ്യം യൂസ് ചെയ്ത് പഠിച്ചതിന് ശേഷമാണ് നിങ്ങൾക്ക് വീഡിയോ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് അവിടെ ജസ്റ്റ് ഇങ്ങനെ കോഫിയൊക്കെ തടഞ്ഞ് നിൽക്കുന്നത്. അവിടെ നേരെ ക്ലീൻ ചെയ്യണം ശരിക്കും. കണ്ടോ, ഇതിങ്ങനെ ജസ്റ്റ് തിരിക്കലാണ്. ജസ്റ്റ് ഒരു സൈഡിലോട്ട് ഇവിടെ ലോക്ക് എന്നുള്ളൊരു ഇതുണ്ട്, അതിൻ്റെ നേരെ ഇത് വെച്ച് കൊടുക്കണം കേട്ടോ. ജസ്റ്റ് ഒന്ന് ടൈറ്റൻ ചെയ്ത് കൊടുക്കണം. അത് കുറച്ച് നമ്മൾ ചെയ്യുമ്പോൾ കുറച്ച് സ്ട്രോങ് തന്നെ ചെയ്യണം കേട്ടോ. ഇങ്ങനെയാണ് ഇത് ചെയ്യുന്നത്. പിന്നെ ഇതിൻ്റെ ഒരു ടോട്ടൽ പ്രോഡക്റ്റ് വെയിറ്റ് വരുന്നത് 3 കിലോ 720 ഗ്രാമും ആണ് കേട്ടോ. പിന്നെ ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചെങ്കിൽ ഇതിന് 15 ബാർ ഇതുണ്ട്, പ്രഷർ ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല അടിപൊളി എസ്പ്രസ്സോ ആയിട്ട് തന്നെ കിട്ടും കേട്ടോ. കറക്റ്റായിട്ട് അത് നമുക്ക് കിട്ടും. നോർമൽ കോഫി മെഷീൻസിലൊക്കെ 3-4 ബാറാണ് ഉണ്ടാവുക. അതുപോലെ തന്നെ മാക്സിമം ഉള്ളത് 8-9, ഇത് 15 ബാറുണ്ട്. അപ്പോൾ തന്നെ ഇതിൻ്റെ ഒരു പവർ എത്രത്തോളം ആണെന്ന് മനസ്സിലാക്കാമല്ലോ. പിന്നെ ഇതിൻ്റെ ഒരു ഇത് വരുന്നത് 1100 വോൾട്ടാണ് കേട്ടോ. എസ്പ്രസ്സോ, മൊക്ക, ലാറ്റെ, ക്യാpuchino എല്ലാതും നമുക്ക് ഇതിന്മേ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. പിന്നെ നിങ്ങൾ ഈ കാണുന്ന ഈ സംഭവം ഉണ്ടല്ലോ, ഇതാണ് നമ്മൾ മിൽക്ക് റെഡിയാക്കുന്നത് കേട്ടോ. സ്റ്റീം വാൻഡ് എന്നാണ് ഇതിന് പറയുക. നമ്മൾ മിൽക്ക് നന്നായിട്ട് ഫോം ചെയ്താൽ പതപ്പിച്ചെടുക്കൂലേ, അതാണ് ഇത് സംഭവം കേട്ടോ. ഇത് നമുക്ക് തിരിക്കാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നീങ്ങുമ്പോൾ കൈയൊന്നും പൊള്ളാതിരിക്കാൻ അതുമ്പോൾ തന്നെ ഒരു ഇത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് ഈ സൈഡിലായിട്ടാണ് ഇതിൻ്റെ ഈ ഒരു ബട്ടൺ വരുന്നത് കേട്ടോ. അതായത് സ്റ്റീം കൺട്രോൾ നോബ് ഇവിടെ ആയിട്ടാണ് വരുന്നത്. നമുക്ക് എത്രത്തോളം ഫാസ്റ്റിൽ നമുക്ക് സ്റ്റീം ചെയ്തെടുക്കണം, മിൽക്ക് സ്റ്റീം ചെയ്തെടുക്കണം എന്നുള്ളത് ഈ ഒരു നോബ് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിക്കുമ്പോഴാണ് ഇതാവുക കേട്ടോ. അതുപോലെ തന്നെ ഫ്രണ്ടിൽ നിങ്ങൾ കണ്ടല്ലോ ഒരു സ്റ്റീം സെലക്ടർ, അപ്പോൾ അത് ഓൺ ആക്കിയിട്ട് ഈ ഒരു നോബ് തിരിക്കുന്നതിനനുസരിച്ചാണ്. പിന്നെ ഈ കാണുന്നത് നിങ്ങൾ ഇതിൻ്റെ വാട്ടർ ടാങ്ക് ആണ് കേട്ടോ. ഇതിലോട്ട് നമ്മൾ വെള്ളം ഒഴിച്ച് വെച്ചിട്ടാണ് നമ്മൾ കോഫി ഉണ്ടാക്കുന്നത്. ഇതിൻ്റെ മുകളിൽ ഈ ബ്ലാക്ക് കളർ ലിഡ് ഉണ്ടല്ലോ, അത് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് അതിലോട്ട് വെള്ളം ഒഴിക്കാൻ പറ്റും കേട്ടോ. എന്നിട്ട് അത് വേണമെന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ ഈ ഒരു ഭാഗത്തോട്ട് ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് വെള്ളം ഒഴിച്ച് വെച്ചതിന് ശേഷം വീണ്ടും അത് അടച്ചു വെക്കാം കേട്ടോ. അതുപോലെ തന്നെ ഈ ഒരു വെള്ളം ഒഴിക്കുന്ന ഈ സംഭവം ഇത് നമുക്ക് പുറത്തോട്ട് എടുത്തിട്ട് ക്ലീൻ ചെയ്യാനും ഒക്കെ പറ്റും കേട്ടോ. നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ നല്ല സുഖമാണ് ഈ ഒരു സംഭവം. ഇതിൻ്റെ ഞാൻ പറഞ്ഞല്ലോ, ഇത് 1100 വാൾട്ടാണ് കേട്ടോ. അപ്പോൾ കണ്ടോ, ഇത് പവർ പ്ലഗ് ആണ് വരുന്നത്. നമ്മൾ എക്സ്റ്റൻഷനും മറ്റുള്ളതൊന്നും ഉപയോഗിക്കാൻ പറ്റില്ല, നമ്മൾ ഡയറക്റ്റ് പവർ പ്ലഗ് തന്നെ കണക്ട് ചെയ്ത് കൊടുക്കണം.
പിന്നെ ഇതിൻ്റെ ടോപ്പായിട്ടുള്ള ഈ ഒരു ഭാഗത്ത് ഇതാ ഈ ഒരു സ്റ്റെയിൻലെസ് സ്റ്റീൽ പാർട്ട് വരുന്നുണ്ട് കേട്ടോ. പിന്നെ ആ ബ്ലാക്ക് കാണുന്നത് ആ വാട്ടർ ടാങ്കിൻ്റെ കവറാണ്, അങ്ങോട്ടല്ല, ഈ ഒരു ഭാഗത്തെ കാര്യം ഞാൻ പറയുന്നത്. ഈ ഒരു സ്റ്റീലിൻ്റെ മുകളിൽ നമുക്ക് കപ്പോ മറ്റുള്ള എന്തെങ്കിലുമൊക്കെ കമിഴ്ത്തി വെക്കാനും ഓക്കെ ആണ് കേട്ടോ, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞാനിവിടെ കോഫി ഗ്രൈൻഡ് ചെയ്യുന്നത് ഈ അഗാരോൻ്റെ കോഫി ഗ്രൈൻഡിങ് മെഷീനിലാണ് കേട്ടോ. ഇതൊരു ചെറിയ പ്രോഡക്റ്റാണ്. നമുക്ക് ഇതിൽ അത്യാവശ്യം കുഴപ്പമില്ലാതെ ഏകദേശം ഒരു എന്താ പറയുക ഒരു 60 ഗ്രാം ബീൻസൊക്കെ ഇതിൽ, അതായത് കോഫി ബീൻ ഇതിൽ നമുക്ക് പൊടിച്ചെടുക്കാൻ പറ്റും കേട്ടോ. ഈസി ഗ്രൈൻഡിങ്ങിന് സ്റ്റെയിൻലെസ് സ്റ്റീൽ ബ്ലേഡാണ് ഇതിൽ വരുന്നത്. ഞാനിവിടെ കുറച്ച് റോസ്റ്റഡ് കോഫി ബീൻസ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഇത് ആമസോണിൽ നിന്ന് വാങ്ങിയതാണ് കേട്ടോ. അപ്പോൾ അത് നമുക്ക് ഈ ഒരു കോഫി ഗ്രൈൻഡിങ് മെഷീനിൽ ഇട്ട് കൊടുക്കാം. ഇവിടെ ഇതിൽ കാണിച്ചിട്ടുണ്ട് മാക്സിമം എത്രയാണ് പറ്റാന്നുള്ളത് കേട്ടോ. അപ്പോൾ അത് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് നമ്മൾ സാധാ വയർ തന്നെയാണ് ഇതിന് വരുന്നത്, പവറൊന്നും അല്ല. അപ്പോൾ അത് നമുക്ക് കണക്ട് ചെയ്തിട്ട് സ്വിച്ച് ഓൺ ചെയ്ത് കൊടുക്കാം. ആ ഒരു ഇതുമ്പോൾ ചെറിയ സ്വിച്ച് ഉണ്ട് കേട്ടോ. ആ ഒരു സ്വിച്ച് ഇങ്ങനെ നെക്കി കൊടുത്താൽ മതി. അപ്പോൾ അത് നന്നായിട്ട് പൊടിഞ്ഞു കിട്ടും. നന്നായിട്ട് ഫൈനായിട്ട് പൗഡർ ആക്കണ്ട, ചെറിയൊരു തരിയോടെയാണ് നമുക്ക് ഈ ഒരു കോഫി കിട്ടേണ്ടത് കേട്ടോ. ഇനി നമുക്ക് ഇതിൻ്റെ ഈ ഒരു മെറ്റൽ ഫണൽ എടുക്കാം. അതിലോട്ട് നമുക്ക് ഈ ഒരു മെഷ് കപ്പും കൂടെ വെച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ അത് വെച്ച് കൊടുക്കാൻ മറക്കരുത്, അതാണ് അതിൻ്റെ മെയിൻ പാർട്ട്. എന്നിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഈ ഒരു കോഫി പൗഡർ ഉണ്ടല്ലോ, അത് അതിലോട്ട് ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് ഈ ഒരു സ്പൂൺ എടുത്തുകൊണ്ട് ഇത് ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം കേട്ടോ. പിന്നെ ഈ ഒരു ഇതിമത്തിൻ്റെ മാക്സിമം ലെവൽ കാണിക്കുന്നുണ്ട്, അത്ര കോഫി പൗഡർ ഇട്ട് കൊടുത്താൽ മതി. പിന്നെ നമ്മൾ എത്രത്തോളം ഇട്ട് കൊടുക്കുന്നോ അത്രത്തോളം സ്ട്രോങ്ങിലാണ് നമുക്ക് എസ്പ്രസ്സോ കിട്ടുക കേട്ടോ. പിന്നെ നമ്മൾ ഈ ഒരു വാട്ടർ ടാങ്കിൽ വെള്ളം നിറക്കാനേ മറക്കരുത്. ഇതിലൊരു മാക്സിമം ലെവൽ കാണിക്കുന്നുണ്ട്, അതിനനുസരിച്ച് നിങ്ങൾക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ ഈ പവർ കോഡ് ഒന്ന് കണക്ട് ചെയ്തതിന് ശേഷം അതിലുള്ള പവർ സ്വിച്ച് ഒന്ന് ക്ലിക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ ആ ഒരു തെർമോമീറ്ററിൽ നന്നായിട്ട് ചൂടാവുന്ന ആ ഒരു ഇതിങ്ങനെ ആയി വരും. ആ ഒരു സമയത്ത് നമുക്ക് ആ ഒരു കോഫി ബ്രൂയിങ് സ്വിച്ച് ഉണ്ടല്ലോ, നെക്കി കൊടുത്താൽ അതിൽ നിന്ന് കുറച്ചൊന്ന് വെള്ളം ഒഴിച്ചു വരും. അത് നമുക്ക് ക്ലീനിങ്ങിൻ്റെ ഭാഗമായിട്ട് ചെയ്യണമെന്നുള്ളൂ, അതത്ര നിർബന്ധമല്ല കേട്ടോ. അതിനുശേഷം നമ്മളിവിടെ കോഫി പൊടിച്ച് വെച്ചതില്ലേ, അതായത് നമ്മുടെ മെറ്റൽ ഫണൽ, അത് ഈ ഒരു ഇതിൻ്റെ ഉള്ളിലോട്ടൊന്ന് കറക്റ്റ് വെച്ച് കൊടുത്തുകൊണ്ട് നേരാക്കി വെക്കുക. ഇത് കറക്റ്റായിട്ട് വെക്കണം കേട്ടോ, ഇല്ലെങ്കിൽ അത് നമ്മൾ കോഫി അതായത് കോഫി വരുന്ന ആ സമയത്ത് ചാടിപ്പോവും. അതിനുശേഷം നമ്മൾ ഏത് ഗ്ലാസ്സിലോട്ടാണോ എസ്പ്രസ്സോ എടുക്കാൻ ഉദ്ദേശിക്കുന്നത് ആ ഒരു കപ്പ് അടിയിൽ വെച്ച് കൊടുക്കുക. കോഫി ബ്രൂയിങ് സ്വിച്ചുമെന്ന് പ്രസ് ചെയ്യുക. നല്ല അടിപൊളിയായിട്ടുള്ള എസ്പ്രസ്സോ ഇതാ കറക്റ്റായിട്ട് വരും. ഇത് കാണാൻ തന്നെ ഒരു ഭംഗിയില്ലേ, നല്ല സ്ട്രോങ് ആയിട്ടുള്ളൊരു എസ്പ്രസ്സോ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി പാലൊക്കെ ഒഴിച്ച് കുടിക്കാൻ, അല്ലെങ്കിൽ തന്നെ നന്നായിട്ട് പതപ്പിച്ച് കുടിക്കൂലേ, അങ്ങനെയുള്ളവർക്കാണെങ്കിൽ നമുക്ക് ഇതിന്മേൽ തന്നെ ഒരു ഇതുണ്ട്. നമ്മൾ ഈ ഒരു താഴെ കാണുന്ന ഈ ഒരു ഇതുണ്ടല്ലോ സ്റ്റീമർ, അതുമൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ഈ വിരൽ വെച്ചിട്ടുള്ളത് അതുമൊന്ന് നെക്കി കൊടുക്കുക. എന്നിട്ട് ഇപ്പുറത്ത്, അതായത് ഇപ്പുറത്ത് നോബുണ്ട്, ആ തെർമോമീറ്റർ ഒന്ന് സെറ്റ് ആവുന്നതിനനുസരിച്ച് ആ നോബൊന്ന് തിരിച്ചു കൊടുത്താൽ നമുക്ക് അതിലൂടെ സ്റ്റീം വരും കേട്ടോ. പിന്നെ ഇതൊരിക്കലും ഈ ഒരു പൊട്ടുന്ന ഗ്ലാസ്സിൽ ചെയ്യരുത്. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പൊട്ടുന്ന ഗ്ലാസ് എടുത്തത്. ഇത് ശരിക്കും സ്റ്റീലിൻ്റെ ഇതിൽ നല്ല തണുത്ത പാലൊഴിച്ചിട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ വീഡിയോയിൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ ഞാനത് ഇനി നമ്മുടെ സ്റ്റീലിൻ്റെ കപ്പ് തന്നെ ചെയ്യാണ്. പിന്നെ ഞാനിവിടെ ആ പാലിലോട്ട് പഞ്ചസാര കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി ആ പാൽ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് കിട്ടിയിട്ടില്ല അപ്പോൾ അതേം കൂടെ വെച്ച് കൊടുത്തിട്ട് ഒന്ന് നല്ല ഭംഗിയാക്കി എടുക്കാം കേട്ടോ. പിന്നെ മിൽക്ക് കോഫിൻ്റെ മുകളിൽ വേണമെങ്കിലും ഇതാ ഈ ഒരു പദമേ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ പേപ്പർ ഒന്ന് കട്ട് ചെയ്ത് വെച്ചുകൊണ്ട് നല്ലൊരു ഇതാക്കി എടുക്കാം കേട്ടോ. നല്ലൊരു മോഡൽ തന്നെ ആക്കി എടുക്കാം. കാണാൻ നല്ലൊരു അട്രാക്റ്റീവ് ആണ്, ഒരു പ്രത്യേക ഭംഗിയാണ്. പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് ക്യാപ്പുച്ചീനോ ഒക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. ഈ ഒരു ക്യാപ്പുച്ചീനോ പറയുന്നത് എസ്പ്രസ്സോയും സ്റ്റീംഡ് മിൽക്കും മിൽക്ക് ഫോമും ഏകദേശം ഒരേ ലെവലിലാണ് ഇത് ഉണ്ടാവുക കേട്ടോ. അതായത് എല്ലാതും ഇത് ഇപ്പോൾ ഒരു സ്പൂൺ എസ്പ്രസ്സോ ആണെങ്കിൽ ഒരു സ്പൂൺ സ്റ്റീംഡ് മിൽക്കും ഒരു സ്പൂണ് മിൽക്ക് ഫോം, ഒരു സ്പൂൺ അല്ല കേട്ടോ. ഇവിടെ ഞാൻ നിങ്ങൾക്കൊരു കറക്റ്റ് 1:1:1 എന്നുള്ള രീതിയിലാണ് ക്യാപ്പുച്ചീനോ വരിക കേട്ടോ. ഇപ്പോൾ ലാറ്റ് ആണെങ്കിൽ എങ്ങനെ വരിക വെച്ചെങ്കിൽ എസ്പ്രസ്സോ കഴിഞ്ഞിട്ട് പിന്നെ സ്റ്റീംഡ് മിൽക്ക്, എക്സ്പ്രസ്സോൻ്റെക്കാട്ടും ഇരട്ടി ആയിരിക്കും സ്റ്റീംഡ് മിൽക്ക്. അതുപോലെ തന്നെ എക്സ്പ്രസ്സോ എത്രയാണോ എടുത്തത് അത്രയാണ് മിൽക്ക് ഫോം ഉണ്ടാവുക കേട്ടോ. അതായത് എക്സ്പ്രസ്സോ 1 സ്പൂൺ ആണെങ്കിൽ സ്റ്റീംഡ് മിൽക്ക് 2 സ്പൂണ്, പിന്നെ മിൽക്ക് ഫോം വീണ്ടും
വീണ്ടും 1 സ്പൂൺ, അങ്ങനെയാണ് ലാറ്റ വരിക. എസ്പ്രസോ നമുക്ക് സാധാരണ ഇതിന്ന് പെട്ടെന്ന് കിട്ടുകയും ചെയ്യും. പക്ഷെ നമ്മൾ ക്യാപ്പുച്ചിനോ അല്ലെങ്കിൽ എസ്പ്രസോ മൊക്ക ഒക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും കേട്ടോ. മൊക്ക ആണെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക, എസ്പ്രസോൻ്റെ കൂടെ ഹോട്ട് ചോക്ലേറ്റും അതുപോലെ തന്നെ സ്റ്റീംഡ് മിൽക്കും ആഡ് ചെയ്താൽ നമുക്ക് മൊക്കയായി. പിന്നെ ചെറിയൊരു കോഫി ലവറും കൂടെയാണ്. നമ്മൾ നാട്ടിൽ അവൈലബിലിറ്റിക്ക് അനുസരിച്ച് കോഫിയൊക്കെ നന്നായിട്ട് തേടി പിടിച്ച് ചായയും കോഫിയൊക്കെ കുടിക്കുന്ന ഒരാൾ തന്നെയാണ്. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ഒരു ചെറിയ ഐഡിയ കിട്ടുന്നത് കേട്ടോ. അപ്പോൾ മക്കളെ, ഇതാണ് ഇന്നത്തെ വീഡിയോ. ഞങ്ങൾ മുമ്പ് സ്ക്രിപ്റ്റ് ജസ്റ്റ് ഒന്ന് തമാശയ്ക്ക് വേണ്ടിയിട്ട് ചെയ്തു തന്നെ ഉള്ളൂ. പിന്നെ നല്ലൊരു അടിപൊളി പ്രോഡക്റ്റാണ്. കോഫി ലവേഴ്സൊക്കെ ആണെങ്കിൽ നിങ്ങൾ എന്താണെങ്കിലും ഈ ഒരു പ്രോഡക്റ്റ് വാങ്ങിക്കോളൂ. പിന്നെ ഈ ഒരു കോഫി മെഷീൻ്റെ റേറ്റ് 9404 രൂപയാണ് ഞാൻ വാങ്ങുമ്പോഴത്തത്. പിന്നെ ഗ്രൈൻഡറിൻ്റെ റേറ്റ് ഏകദേശം ഒരു 1000 സംതിങ് ആണ് കേട്ടോ. പിന്നെ ആമസോണിൽ റേറ്റ് കൂടിയും കുറഞ്ഞും ഓഫറിലൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ഇതിനനുസരിച്ചായിരിക്കും കിട്ടുക. ഞാൻ വാങ്ങിയ റേറ്റാണ് ഞാൻ പറയുന്നത്. ക്യാപ്പുച്ചിനോ അല്ല കേട്ടോ, നല്ല പാൽ കാപ്പി. നല്ലോണം വൈകിയാലും നല്ലോണം കിട്ടിയാലോ. ശരി എന്നാ കുറച്ച് കുടിച്ചോ. വേണ്ടെങ്കിൽ കുടിച്ചാൽ മതി.